വേദിയിൽ മുഖ്യ പ്രഭാഷണക്ക് വേണ്ടി ഖതീബ് ഉസ്താദ് ക്ഷണിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും നിരല്ലഈനവനാട്ടുവാൻ ബദിരീങ്ങളാൽ തുണ റബ്ബനാ ഇലമു ഇബാദുല്ലാഹി തആല അസ്സ വജൽ. സ്റ്റേജിൽ പോസ്റ്ററായ ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ, ജനറൽ സെക്രട്ടറി RS ഇബ്രാഹിം, ഇവിടുത്തെ മുഖ്യ അധ്യാപകൻ സിദ്ദീഖ് മാനി, അതുപോലെ ഇവിടുത്തെ മദ്രസ അധ്യാപകൻ ബഹുമാൻ നസീർ, സ്റ്റേജിൽ സദസ്സിൽ നിൽക്കുന്ന എല്ലാ ഒരു മനസ്സോടെ വാദ പറയാനുള്ള ഒരു സമയം എന്നിലില്ല. അത് ആദ്യം ഒരു ഇൻട്രസ്റ്റിന്റെ ആ സമയം എന്താ ചെയ്യില്ലെങ്കിൽ ഇപ്പൊ നിങ്ങളും ആഗ്രഹിച്ചോളൂ ജനികൾ എത്ര നേരം വാദം പറയുക ആഗ്രഹിക്കുന്നവരുണ്ടായിരുന്നു. എല്ലാരല്ല, ചില ആളുകൾ സദസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. ചില ആൾക്കാർ പറഞ്ഞു എനിക്ക് ജീവിതത്തിൽ പകർത്തണോ, എനിക്കത് പഠിക്കണോ എന്ന് ആഗ്രഹിക്കുന്ന ഏതാവട്ടെ ഒരു കുറഞ്ഞ സമയം ഒരു മുഖ്യ പ്രഭാഷണം നോട്ടീസ് ഇട്ടതിന്റെ പേരിൽ ഒരു കുറഞ്ഞ സമയം ചെല്ലിട്ട് ഏലം കുറെ സാധനം വന്നിട്ടുണ്ട്. ഈ ഏലം ചെയ്തിട്ട് നല്ലൊരു തൈരിയിലോട് കൂടെ നല്ലൊരു ദ്വാരന്നിട്ട് പിരിവാൻ ഈ പള്ളിന്റെ ബർക്കത്ത് കൊണ്ട് കഅബത്തിന്റെ ഹക്ക് കൊണ്ടുള്ള തൗഫീഖ് ചെയ്യും. നമ്മളെ സദസ്സിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരാതെ, യാതൊരു ആഫത്തും വരാതെ റസൂലുള്ളാഹിന്റെ സ്വലാത്തിന് ബർക്കത്ത് കൊണ്ടുള്ള തൗഫീഖ് ചെയ്തതിനെ കുറേ. അതുപോലെ ലാസ്റ്റ് ഞങ്ങളുടെ സലാത്തിന്റെ ഒരു സീഗ ബാക്കി വെച്ചിട്ട് എന്നോട് ഏൽപ്പിച്ച് തന്നു പോയതാണ്. ഒരു കാര്യം മാത്രമേ നിങ്ങൾ പറയൂ, ഒരു വ്യക്തിനെ സ്നേഹിക്കണം 4 കാര്യം. ഒരാളെ പിരിസവെക്കിടേണ്ട കണ്ടെങ്കിൽ ഞാൻ അവനെ പിരിസവെക്കിടാൻ ചൊന്നെങ്കിൽ അവരുടെ 4 കാര്യം 4-ൽ ഒന്നുണ്ടെങ്കിൽ മാത്രം പിരിസവെക്കണം. പ്രവാദിസിനെ ഇന്നത്തെ നിങ്ങളെ സബ്ജക്ട് നബിന്റെ പിരിസവെക്ക്. അപ്പൊ പിരിസവെക്കിടേണ്ട കണ്ടെങ്കിൽ ഉദ്ദാഹരിച്ച് പറഞ്ഞ വളരെ ഷോർട്ട് കട്ടായിട്ട് പിരിസവെക്കണോണ്ട് കണ്ടെങ്കിൽ അയാളിൽ 4 കാര്യത്തിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ അയാളെ പിരിസവെക്കിടേ. എന്നാൽ പ്രവാദി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊട്ട ഈ 4 കാര്യമുണ്ട്. ഏതാണ് 4 കാര്യം? ഒന്ന് അവന്റെ ശൈലി ചന്ത, പിന്നെ അവന്റെ സ്വഭാവ, പിന്നെ അവന്റെ വിജ്ഞാന, പിന്നെ അവന്റെ ആദരവ് ബഹുമാനം. ഈ 4 കാര്യ ഉള്ളതിന്റെ പേരിലാണ് സ്നേഹം. ഒന്ന് ശൈലി, ഒരു പെണ്ണിനെ ഒരു ആണിനെ അല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹം, ഇംഗ്ലീഷിൽ ലവ് എന്ന് പറയുന്നു, ഇതുണ്ടാകണം സ്നേഹം അവന്റെ ചന്ത കൊണ്ട്. പിന്നൊന്ന് അവന്റെ സ്വഭാവം, നല്ല സ്വഭാവക്കാരൻ. പിന്നൊന്ന് അവന്റെ വിജ്ഞാനം, നല്ല വിജ്ഞാനമുള്ള ഒരു വലിയ ആലിമാണ്, വിജ്ഞാനക്കാരൻ. പിന്നൊന്ന് അവനെ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ആദരവുള്ള ഒരാളാണ്. ഈ 4 കാര്യത്തിൽ ഏതൊന്നും ഉണ്ടെന്ന് കണ്ട മാത്ര അവനെ ജനങ്ങൾ പിരിസവെക്കിടേ, ആദരിക്കിടേ, ബഹുമാനിക്കിടേ, സ്നേഹിക്കിടേ. എന്നാൽ ലോകത്തിന്റെ നായകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 4 ഗുണങ്ങളുണ്ട്. ഫകന്നബിയിന ഫി ഖൽഖിൻ വഫി ഖുലൂഖിൻ വലം യുദാനുഹു ഫി ഇൽമിൻ വലകറമി മൗലായ സ്വല്ലി വസല്ലിം للخلق كلهم എന്തിനെ ചൊല്ലെ ഫകന്നബിയിന ഫി ഖൽഖിൻ വഫി ഖുലൂഖിൻ വലം യുദാനുഹു ഫി
ഇൽമിൻ വലകറമി ഫാക്കൻ നബിയ്യീന നബിമാർക്ക് മേലെയായിരിക്കുന്ന മുഹമ്മദ് മുസ്തഫ. നാല് കാര്യം ചൊന്നറല്ലേ, ഈ 4 കാര്യം ഈ ബൈത്തിലുണ്ട്. ഈ ബൈത്തിന്റെ അർത്ഥം ചൊന്നിട്ട് ഞാൻ നിപ്പാട്ട. എന്തിന് 4 കാര്യം വന്നോ? ഫാക്കൻ നബിയ്യീന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിമാർക്ക് മേലെയായിരിക്കുന്നു. എന്തിനും മേലെയായിരിക്കുന്നു? സൃഷ്ടിപ്പിലി, ശൈലിലി, ചന്തത്തിലി അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റവും ഭംഗിയുള്ളവർ പ്രവാചകന്മാരാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികൾ ഏറ്റവും ചന്തമുള്ളവർ, ഭംഗിയുള്ളവർ പ്രവാചകന്മാരാണ്, നബിമാരാണ്. ആ നബിമാരിൽ വെച്ചുകൊണ്ട് ഏറ്റവും ചന്തമുള്ളവർ മുഹമ്മദ് മുസ്തഫ എന്ന് ചെല്ലുമ്പോ പല ആളുകൾ ഈ സദസ്സിരിക്കുവാറ്. ഞങ്ങൾ ഇബ്രാക്ക, ഖാദറക്ക, അബ്ദാജി തുടങ്ങിയ ഈ സുബിക്സ് കേട്ടങ്ങോട്ടുള്ള ഉസ്താദെ യൂസുഫ് നബിയിലെ വലിയ ചന്ത നിങ്ങൾ ചൊല്ലാം. ഖുർആനിലെ ഇസ്ബിക്സിന്റെ ചരിത്രമേ കേട്ടോളൂ. യൂസുഫ് നബിനെ ചന്തം ചെല്ലെങ്കിൽ ചെറിയ ചന്തമല്ല, അന്നേക ഭംഗിയുള്ള ഒരു പ്രവാചകനാണെന്ന സൂറത്ത് യൂസുഫ്. യൂസുഫ് സൂറത്തിന്റെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ യൂസുഫ് നബിന്റെ ചരിത്രമാണ് പറയുന്നത്. വേറെ ചരിത്രം അതിലില്ല. യൂസുഫ് നബിന്റെ ചരിത്രം മാത്രം അവ്വൽ മുതൽ ആഖിർ വരെ. ആ സൂറത്തിൽ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ഭംഗിനെ സംബന്ധിച്ചുകൊണ്ട്, ചന്തത്തെ സംബന്ധിച്ചുകൊണ്ട് പറയുന്നു. സുദീർഘമായ ചരിത്രമാണ്. ദുലൈഖ യൂസുഫിനെ സ്നേഹിച്ചു, അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് ആ മിസ്റിന്റെ പെണ്ണുങ്ങൾക്കെല്ലാം അറിഞ്ഞപ്പോ ആ മിസ്റിന്റെ പെണ്ണുങ്ങളെല്ലാം ഒരു ദിവസം വിളിച്ചു അവർക്ക് ഡിന്നർ കൊടുത്തു. ഒരു ടീക്കാക്കിയെല്ലാരും യൂസുഫിനെ ഇത് ഇടീ ലോകം അറിഞ്ഞ. അപ്പൊ ഇത് ദുലൈഖ ബീബിക്ക് ബേജാറായി. സൂറത്ത് യൂസുഫിൽ അല്ലാഹ് പറയും. അപ്പൊ അല്ലാഹ് യൂസുഫ് നബി എന്താക്കി? ദുലൈഖ ബീബി ആ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങൾക്കും ഒരു ഡിന്നർ വെച്ച്, സമയത്ത് ഞങ്ങളെ ഔത്തൊരു ഡിന്നർ. ഈ പെണ്ണുങ്ങൾ എല്ലാവരും പറഞ്ഞു, എല്ലാവരും കടലാസ് കൊടുത്തു. ആ സമയത്ത് എല്ലാ പെണ്ണുങ്ങളും വന്ന പെണ്ണുങ്ങളെല്ലാം ദൈപ്പാട്ടി. അവർക്ക് ദൈപ്പാട്ട് അവരെ കയ്യിൽ കക്കുരുങ്ങ കൊടുത്തു, ഒരു കത്തി കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം, ഖുർആൻ ചൊല്ലു. അങ്ങളെ കയ്യിൽ ഒരു കക്കുറുങ്ങ ഒരു കത്തി കൊടുത്തിട്ട് കൊടിപ്പാടി ചൊന്ത ആറ് കക്കുറിങ്ങനെ മുറിക്കു തീരാ. കക്കുറുങ്ങാറ് മുറുക്കാണ്, കത്തി നല്ല മൂർച്ചുള്ള കത്തി. നാനും മുറിക്കുക ചൊല്ലുമ്പോ നിങ്ങൾ മുറിക്കണോ? മുന്നല് പിറർ എപ്പോ നിങ്ങൾ മുറിക്കുക തീരുന്നാലും മുറിക്കറൂന്ന് ചൊല്ല അപ്പൊ നിങ്ങൾ മുറിക്കണോ? അങ്ങനെ നിങ്ങൾ റെഡിയായർ, എല്ലാ പെണ്ണുങ്ങളും റെഡിയായർ. കയ്യിലൊരു കക്കുറുങ്ങ പിടിച്ചാറ്, ഒരു കത്തി വെച്ച് റെഡിയായര്. ആ സമയത്താണ് സുന്ദരനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ദുലൈഖ പറയുന്നു, യൂസുഫ് വന്ന് ഈ പെണ്ണുങ്ങളെ സദസ്സിൽ ഇറങ്ങി പോണോ? അങ്ങനെ ഇതിലൊക്കെ പോകണം. അങ്ങനെ പോകുമ്പോ യൂസുഫ് നബി അലൈഹിസ്സലാം ഇറങ്ങി വന്നു. ആ സമയത്ത് അങ്ങനെ അവര് ആ പരലോട് കൂടെ യൂസുഫ് നബി അലൈഹിസ്സലാം അവരെ സദസ്സിലേക്ക് പരലോട് കൂടാ ദുലൈഖ ബീബി പെണ്ണുങ്ങളുടെ ചൊന്നു നിങ്ങൾ കക്കുറിങ്ങനെ മുറിക്കറോ? അവരുടെ കക്കുറിങ്ങ മുറിക്കലും യൂസുഫിനെ നോക്കലും ഒരേ സമയത്തായി. യൂസുഫിനെ നോക്കിയപ്പോ അവർ കക്കുറിങ്ങ മുറിച്ചോ കൈ പീസായിട്ട് കീഴിൽ വീണു. ചരിത്ര പത്രത്തിൽ വന്നതല്ല, സൂറത്ത് യൂസുഫിൽ അല്ലാഹു.
യൂസുഫ് നബിനെ നോക്കി, യൂസുഫ് നബിനെ ചന്ത നോക്കിയപ്പോ അവരെ കൽബ് ആ ചന്തത്തിൽ തന്നെ ബാക്കിയായി. അപ്പോ അവരെ കൈ കീഴ് മുറിഞ്ഞു വീണത് അവർക്ക് ഒന്നായില്ല. ഇത് മനസ്സാണ്, എന്തൊരു മനസ്സനം, എന്തൊരു ഭംഗി. ഇത് മനുഷ്യനല്ല, ഇത് ഒരു മലക്കുണ്ട്. തപ്പു ഞങ്ങളെ അത്ഭുത വിട്ടുപോയ അല്ലേ? നോക്കൂ, യൂസുഫ് നബിന്റെ ചന്ത, ആ യൂസുഫ് നബിന്റെ ചന്തം അത്രയും ചന്തമുള്ള യൂസുഫ് നബിന്റെ ചന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചന്തം യൂസുഫ് നബിന്റെ ചന്തത്തിനേക്കാൾ മേലെയാ. എന്തുകൊണ്ട് അറിഞ്ഞില്ല? അള്ളാഹുവിന്റെ റസൂലിന്റെ ചന്ത എല്ലാ സ്വഹാബത്തും അത് നബിന്റെ ഒറിജിനൽ ശൈലിനെ നോക്കിയിട്ടില്ല. ഇല്ലാ സിദ്ദീഖുൽ അക്ബർ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പല തവണ റസൂലുള്ളാഹിന്റെ ഒറിജിനൽ രൂപം നോക്കിയിട്ടുണ്ട്. അത്രയും ഭംഗിയുള്ളവരാണ്. അപ്പൊ ചന്തത്തിന്റെ ഭാഗം നോക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലോകം സ്നേഹിക്കേണ്ടതാണ്. ലോകത്തിൽ ഏറ്റവും സ്നേഹം ചന്തമുള്ളത് മുഹമ്മദ് മുസ്തഫ. ചുരുക്കിക്കൊണ്ട് പറയുന്നു. അതേപോലെ രണ്ടാമത്തെ ഇനി സ്വഭാവത്തിൽ നോക്കുന്നത്, പെരുമാറ്റത്തിൽ നോക്കുന്നത്, നബിനേക്കാൾ നല്ല ഒരു സ്വഭാവക്കാർ ലോകത്തിൽ വന്നിട്ടില്ല. നബിയെ തങ്ങൾ വണ്ണമായ സ്വഭാവക്കാരനാണെന്ന് ഖുർആൻ പറയുന്നു. നബിനെ പോലത്തെ സ്വഭാവമുള്ള ഒരു വ്യക്തി ഈ ലോകത്തിലേക്ക് വന്നിട്ടില്ല. അന്ത ഉമ്മുൻ അമ്മബുൻ മാ റഅയ്നാ ഫീമാ മിസ്ല ഉസ്നിക ഖത്ത് യാ സയ്യിദി ഖൈറൻ നബി. ലക്ഷോപലക്ഷ സ്വഹാബത്ത് 23 കൊല്ലക്കാലം നബിനെ കൂടി വരങ്ങിയ, നബിന്റെ കൂടി ജീവിച്ച 23 കൊല്ലക്കാലം ജീവിച്ച സ്വഹാബത്ത് പറഞ്ഞത് അന്ത ഉമ്മുൻ അമ്മബുൻ മാ റഅയ്നാ ഫീമാ. നബിയെ തങ്ങൾ ഉമ്മയാണോ ഉപ്പയാണോ? ഇങ്ങനെയുള്ളതായിരിക്കുന്നു ഉമ്മ ഉപ്പ. ഇങ്ങനെയുള്ള സ്വഭാവക്കാരനെ ഞങ്ങൾ തീരെ കണ്ടിട്ടില്ല എന്നാണ് സ്വഹാബത്ത് പറഞ്ഞത്. അപ്പൊ സ്വഭാവ ഗുണത്തിൽ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേലെയായിരുന്നു. രണ്ട് കാര്യത്തിൽ മനസ്സിലാക്കാം. ഒന്ന് ശൈലി, പിന്നെ സ്വഭാവം. നബിനേക്കാൾ വലിയ ആൾക്കാർ ലോകത്തിൽ വലം യുദാനു ഫീ ഇൽമിൻ വലകറമി. മൂന്നാമത് വലം യുദാനുഹു, അള്ളാഹുവിന്റെ സൃഷ്ടികൾ വെച്ച് ഏറ്റവും വിജ്ഞാനികൾ പ്രവാചകന്മാരാണ്, നബിമാരാണ്. നബിനെക്കാർ വലിയ വിജ്ഞാനികൾ ലോകത്തിലില്ല, ഇൽമുള്ളവർ. ആ പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഏറ്റവും വലിയ വിജ്ഞാനക്കാരനാണ്, ഇൽമുള്ള ഇൽമിന്റെ കേന്ദ്രമാണ് മുഹമ്മദ് മുസ്തഫ. ആ പ്രവാചകന്മാരെ ഇൽമു അള്ളാഹുവിന്റെ റസൂലിന്റെ ഇൽമിലേക്ക് അടുത്തിട്ടില്ല. ലോകത്തിൽ അല്ലാഹു തആല ലോകത്തിൽ കാണുന്ന എല്ലാ സാധനങ്ങളും, ഇനി വരാനി പോകുന്ന സാധനങ്ങളും, ഞങ്ങൾക്ക് ഇനി അറിയാത്ത കുറെ സാധനങ്ങളുണ്ട് ലോകത്തിൽ വരാനുള്ള സാധനം. ഒരു 40 വർഷത്തിന് മുമ്പ് ഈ സാധനത്തിന് എന്തിനെന്ന് പറഞ്ഞ് നമുക്കറിയില്ല. മൊബൈൽ എന്നുള്ള പേര് ഞങ്ങൾ പിന്നെയാണ് പഠിച്ചത്. എല്ലാ സാധനത്തിനും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടി. അതാ മലക്കുകളോട് പറഞ്ഞു, ഓ മലക്കുകളെ, ഇതിന്റെ പേരൊന്ന് നിങ്ങൾ ചൊല്ലറോ. അല്ലാഹു തണ്ണിനെ പടച്ച, തീനെ പടച്ച, മണ്ണിനെ പടച്ച, എല്ലാ പ്രാണിയും എല്ലാത്തിനെയും അല്ലാഹു സ്വർഗ്ഗത്തിൽ പഠിച്ചു വെച്ചിട്ട്
24 മണിക്കൂർ അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്ന മലക്കുകൾ, അവരിൽ ആണുമില്ല പെണ്ണുമില്ല, അവർക്ക് ഉറക്കില്ല, രോഗമില്ല. 24 മണിക്കൂർ ദിവസം അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുന്നവരാണ്. ആ മലക്കുകളോട് അല്ലാഹു ചോദിച്ചു, ഓ മലക്കുകളെ, ഇതിന്റെ സാധനത്തിന്റെ പേര് നിങ്ങൾ മുഴുവനും പറയണമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഖാലു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഖാലു, ആ മലക്കുകൾ പറഞ്ഞു, സുബ്ഹാനക, നീ പരിശുദ്ധനായിരിക്കുന്നു റബ്ബേ, ലാ ഇൽമ ലനാ, ഞങ്ങൾക്ക് അറിവില്ല, അതിന്റെ പേര് ഞങ്ങൾക്ക് അറിയില്ല. സ്വർഗത്തിൽ അല്ലാഹു എല്ലാ സാധനത്തിനും അവർ പറഞ്ഞു, അതിന്റെ പേരല്ല ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ ആദം നബി അലൈഹി സ്വലാമെ വിളിച്ചിട്ട് ആദം നബി അലൈഹി സ്വലാമോട് പറഞ്ഞു, ആദമേ, അതിന്റെ പേര് നിങ്ങൾ ഒന്ന് പറയണം. ആദം നബി അലൈഹി സ്വലാം അതിന്റെ പേരല്ല പറഞ്ഞു കൊടുത്തു. മുഅ്മിനീങ്ങളെ മനസ്സിലാക്കണം, ആദം നബി അലൈഹി സ്വലാം തുടങ്ങി മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന സാധനത്തിന്റെ പേരുകളും ആദം നബി പഠിപ്പിച്ചു കൊടുത്ത അത്രയും വലിയ ഇൽമിന്റെ കേന്ദ്രമായ ആദം നബി അലൈഹി സ്വലാമിന്റെ ഇൽമ് വലം യുദാനു ഫീ ഇൽമിൻ വലകറമി, അത്ര ഇൽമുള്ള ആദം നബി അലൈഹി സ്വലാമിന്റെ ഇൽമു അല്ലാഹുവിന്റെ റസൂലിലേക്ക് അടുത്തിട്ടില്ല, നബിന്റെ ഇൽമിലേക്ക് അടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോരോ പ്രവാചകന്മാരെ പരിശോധിക്കുന്നു. പ്രവാചകന്മാരെ കൂട്ടത്തിൽ ഒരു പ്രവാചകനാണ്, മാത്രമല്ല രാജാവും കൂടിയാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം എല്ലാ ഭാഷ അറിയുന്ന ഒരു പ്രവാചകനാണ്. ഭാഷ അല്ലെങ്കിൽ ബഹുഭാഷ, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ, തമിഴ്, നക്ക് നിക്ക്, ബാരി ഭാഷ, ഇതല്ല. ഈ ഭാഷ മാത്രല്ല, എല്ലാ ഭാഷ അറിയുന്നത്, അങ്ങനത്തെ ഭാഷ അറിയുന്ന ആൾ ഈ ലോകത്തിലില്ല. പൂച്ചന്റെ ഭാഷ അറിയുന്നു, കാക്കന്റെ ഭാഷ അറിയുന്നു, കുതിക്കന്റെ ഭാഷ അറിയുന്നു, സിംഹന്റെ ഭാഷ അറിയുന്നു, പാമ്പിന്റെ ഭാഷ അറിയുന്നു, എറുമ്പിന്റെ ഭാഷ അറിയുന്നു. എല്ലാത്തിനും വേറെ വേറെ ഭാഷയല്ലേ, അതതിന്റെ ഭാഷ അതതിന്റെ ജീവികൾക്ക് അറിയുന്നു. എന്നാൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഇൽമൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എത്ര വലിയ ഇൽമാണ് സുലൈമാൻ നബിക്കുള്ളത്. ലോകത്തിന്റെ എല്ലാ ഭാഷയും സുലൈമാൻ നബിക്ക് അറിയും, എല്ലാ പ്രാണിന്റെ ഭാഷയും അറിയും. അതല്ലേ ഒരു ദിവസം സുലൈമാൻ നബി അലൈഹിസ്സലാം ഷാമിൽ നിന്ന് അതാ വായിൽ കൂടി സഞ്ചരിക്കുമ്പോ, വായിൽ കൂടി ഇങ്ങനെ സഞ്ചരിച്ച് വായിൽ നിന്ന് കാറ്റിൽ ഇങ്ങനെ വരുന്ന ആദ്യത്തെ പ്രവാചകൻ വായിൽ സഞ്ചരിച്ച സുലൈമാൻ. ആ വരുന്ന സമയത്തതാ കുറെ എറുമ്പുകൾ അതിന്റെ സൂമ്പിൽ നിന്ന് മറ്റേ സൂമ്പിലേക്ക് അതിങ്ങനെ പോണ്ടു, ധാര കെട്ടിട്ട് പോണ്ടു. അല്ലാഹു ഖുർആനിൽ സൂറത്ത് നംബിൽ സൂറത്ത് നംബിൽ എറുമ്പിന്റെ സൂറത്ത് ഈ ചരിത്രം ചൊല്ലാണ്. ആ കൂട്ടത്തിൽ വലിയ എറുമ്പുകളെ കൂട്ടത്തിൽ വലിയ വലിയ എറുമ്പിക്കിടല്ലേ ധാര കെട്ടിങ്ങനെ പോകുമ്പോ ആ ചെറിയ ചെറിയ എറുമ്പുകളെ കൂടെ ഓരോരോ എറുമ്പ് ഇടയ്ക്ക് വലിയ വലിയ എറുമ്പിക്കിട്. ആ വലിയ എറുമ്പ് ഖാലത്ത് നംലതു യാ അയ്യുൻ നംലു ദുഖ്ലു മസാകീനകും ലാ യഹ്തിമന്നകും സുലൈമാൻ വജുനൂദുഹു വഹും ലാ യശ്ഉറൂൻ ഫതബസ്സമ ളായികം മിൻ ഖൗലിഹാ. ചെറിയ എറുമ്പുകൾക്ക് വലിയൊരു എറുമ്പ് പ്രസംഗിക്കും. എറുമ്പുകളെ സുലൈമാൻ നബിയും സുലൈമാന്റെ പട്ടാളി ഇന്നലെ കൂടി വണ്ടാറ് വന്നെങ്കിൽ അങ്ങനെ കാളിന്റെ അടുക്കി വീണ് ചത്തുപോവാറ് എല്ലാം ബാഗ് സൂമിനൊഴുക എന്ന് ഒരു വലിയ എറുമ്പ് മറ്റേ എറുമ്പ് പ്രസംഗിക്കുന്നത് 3 മൈസുകൾ വായിൽ സഞ്ചരിച്ചു വരുന്ന സുലൈമാൻ നബി കേട്ടെന്ന് ഖുർആൻ പറയുന്നു. ആ എറുമ്പിന്റെ ശബ്ദ എറുമ്പിന്റെ പ്രസംഗം കേട്ടപ്പോ സുലൈമാൻ നബി ചിരിച്ചു പോയി. അപ്പൊ എറുമ്പിന്റെ ഭാഷ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിലേക്ക് അറിഞ്ഞെന്ന് ഖുർആൻ പഠിപ്പിക്കും. എല്ലാ പ്രാണിന്റെ ഭാഷയും. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കുകൊണ്ടോ, അപകടം നാട്ടിലേക്ക് അപകടം വരുമ്പോ ഇവിടുത്തെ വിജ്ഞാനികൾക്ക് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയുന്നതിന് മുമ്പ് ആദ്യം പറയുന്ന പ്രാണികൾക്കാണ്. സുദീർഘമായ ഒരു നാട്ടിലേക്ക് അപകടം വരുമ്പോ
2005 സുനാമി വന്നപ്പോ പ്രാണികൾക്കാണ് ആദ്യം അറിയാൻ സാധ്യത ഉണ്ടായത്. പത്രം റിപ്പോർട്ട് ചെയ്ത ആ പത്രം എന്റെ കയ്യിൽ ഇന്നുണ്ട് എന്റെ സഹോദരന്മാർ. കാരണം പ്രാണികൾക്ക് മുന്നേ അറിവുണ്ട്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞ വിവരം ആ നാട്ടിലേക്ക് അറിഞ്ഞില്ലെങ്കിൽ എറുമ്പുകൾക്ക് അറിഞ്ഞു. അതല്ലേ വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മാതികും ലാ തഅലമൂന ശയ്യാ. നിങ്ങൾ നോക്കൂ, ഉമ്മാന്റെ ഗർഭത്തിൽ നിങ്ങൾ പുറത്തേക്ക് വരുമ്പോ ഞമ്മക്ക് എന്തറിയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഉമ്മാനെ മല കുടിക്കോര് പോലും ഒന്നുമില്ല. പൈച്ചെങ്ക് ദായിച്ചെങ്ക് മല കുടിക്കൊന്നുമില്ല. പ്രാണികളെ കൂട്ടത്തിൽ പ്രാണിന്റെ പേരാണ് കരടി എന്ന്. ഈ കരടിക്ക് ഒരു സ്വഭാവം ഉണ്ട്. കരടി കുഞ്ഞി വെച്ചിട്ട് കണ്ടെങ്കിൽ കുഞ്ഞി വോട്ടെ ഉമ്മനോട്ട ഇന്നും എന്നും മനസ്സിലായിട്ടാ. വേറെ പ്രാണി പോലല്ല. വേറെ പ്രാണി കുഞ്ഞി വെച്ചെങ്കിൽ കുഞ്ഞി നക്കിക്കൊണ്ടിക്കിടല്ലേ. കരടി അങ്ങനല്ല. അത് കുഞ്ഞി വെച്ചിട്ട് കണ്ട കുഞ്ഞി ഒരു ഓട്ട ഉമ്മനെ മുട്ടു നൂറ ഓട്ടെ ഓടച്ചിക്കിട്ട് പിന്നെ ഉമ്മ തേടിക്കോണ്ട് വേണ്ടി 2 നാള് കഴിയുമ്പോ ഉമ്മ കുഞ്ഞി കിട്ടും. അതിന്റെ സമ്പ്രദായം അന്നും ഇന്നും അള്ളാഹു അങ്ങനെയാണ്. എന്തിന്റെ രഹസ്യാകുന്നത് നിങ്ങൾക്ക് കരടി എന്നല്ലെങ്കിൽ അതിന്റെ നാവ് ഗർഗാസ് പോലത്തെ നാവ് അത് വീട്ടിൽ നക്കിയുണ്ടെങ്കിൽ കണ്ടെങ്കിൽ ആ കുഞ്ഞിന്റെ അഡ്രാസിക്കല. നന്റെ ഉമ്മാന്റെ നാവ് ഗർഗാസ് പോലത്തെ നാവായിട്ടിക്കട്. ഏതൊരു പ്രാണി പ്രസവിച്ച് ഉടനെ ഉമ്മാനെ നക്കുമ്പോ കുഞ്ഞിനെ നക്കലുണ്ട്. എന്നാൽ നന്റെ ഉമ്മ നന്നെ നക്കിയാൽ നന്റെ അഡ്രാസിക്കല. ആർക്ക് കൊന്താവിടൂ? കരടിന്റെ കുഞ്ഞിക്ക് കൊന്താവിടൂ. അങ്ങനെ അത് ഓട്ടെ. അതിന്റെ തോലി ദപ്പായതിനു ശേഷം ഉമ്മക്കത് ഇന്നും അതിന്റെ ജീവിതം അങ്ങനെയാണ്. അപ്പൊ പ്രാണികൾക്ക് അറിയുന്നു. ഞാൻ പറഞ്ഞു വന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനക്ക് എല്ലാ വിവരം പ്രാണിന്റെ ഭാഷ പോലും അറിഞ്ഞ സുലൈമാൻ നബി അലൈഹി സ്വലാം, അത്രയും ഇൽമുള്ള സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഇൽമു വലം യുദാനു ഫീ ഇൽമിൻ വലകറമി. നബിന്റെ ഇൽമിലേക്ക് അത്രയും വലിയ ഇൽമുള്ള ജാനനാണ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എന്ത് കാര്യം? ശൈലി, സ്വഭാവം, വിജ്ഞാനം, 3 കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി 4-മത്തത് ബഹുമാനം, ആദരവ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ബഹുമാനിച്ചതുപോലെ മറ്റ് പ്രവാചകന്മാരെ ബഹുമാനിച്ചു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തൂരീസിന പർവ്വതത്തിൽ കയറുമ്പോ മൂസാ നബി അലൈഹി സ്വലാമിന്റെ കാലിൽ ചൊരിപ്പിന്ത് അല്ലാഹു പറഞ്ഞു ഫഖ്ലന ഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസ് തുവാ. മൂസാ നബിയെ നന്നോട്ട് പളക്ക പറയുക വേണമായിട്ട് തൂരീസിന പർവ്വതത്തിലേക്ക് നിങ്ങൾ ഏറി വണ്ടേ. ആ വരുമ്പോ ഫഖ്ലന ഇലൈക നിങ്ങൾ 2 ചൊരിപ്പിനെ മാറ്റി വെക്കണോ? മനസ്സിലായി? ചൊരിപ്പ് മാറ്റി വെച്ചിട്ട് നിങ്ങൾ എന്താ കയറണോ? അതേ സമയത്ത് തൂരീസിന പർവ്വതത്തിലേക്ക് കയറുമ്പോ കാണും മൂസാ നബിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ മിറാജിലേക്ക് പോകുമ്പോ ഏത് ആകാശത്തേക്ക് പോകുമ്പോ നബിയെ നിങ്ങളെ ചൊരിപ്പിനെ മാറ്ററും ചെന്നിട്ടില്ല. അത്രയും ബഹുമാനമാണ് നബി. അപ്പൊ ഈ 4 കാര്യം ഉൾക്കൊണ്ടവരാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് 4 കാര്യത്തും എന്തുകൊണ്ടും നബിയോടുള്ള സ്നേഹം ഞങ്ങളുടെ ഖൽബിൽ ഇപ്പോൾ വേണം. അല്ലാഹു തആല നബിനെ സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന അവിടുത്തെ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാവട്ടെ. മദീന പൂർണ്ണമായി. ഇനി ഞാൻ ഉറുദി നന്നായിട്ട് പറയുന്നില്ല.